ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ. കാരണം ഇന്ന് രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് നമ്മുടെ ശിവേനെ കാണിക്കാനായിട്ട്. അപ്പോൾ അവരുടെ നാക്കിനടിയിലൊരു മഴ പോലൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ അടുത്തുള്ളൊരു ആശുപത്രിയിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി വേണം എന്നൊക്കെയാണ്. അപ്പോൾ എസ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എസ് പോവുകയാണ്. കാശിക്കൂട്ടനുമുണ്ട്. ശിവ എന്താണെന്നറിയില്ല, ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞ് പേടിയായിട്ടായിരിക്കാം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേക്കും ടോക്കൺ എടുത്തു. ടോക്കൺ ഒന്ന് തന്നെ കിട്ടി കേട്ടോ. ലോക്കൽ ഒപ്പിയിൽ ആദ്യം എടുക്കുന്നത്. അങ്ങനെ ലോക്കൽ ഒപ്പിയിൽ ടോക്കണൊക്കെ എടുത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം ലോക്കൽ ഒപ്പിയിൽ നിന്ന് ഡോക്ടർ എഴുതി തന്നാൽ മാത്രമേ നമുക്ക് സർജറി ഒപ്പിയിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം പിന്നെ ലോക്കൽ ഒപ്പിയുടെ അകത്തേക്ക് വിളിച്ചിരുത്തി. അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് നമുക്ക് സർജറി ഒപ്പിയിലത്തേക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ കാശിക്കൂട്ടനെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇത്തിരി പാടുപെട്ടു. അച്ഛനും മോനും ആദ്യമേ പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ സർജറി ഒപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർജറി ഒപ്പിയിൽ അവിടെ എത്തി. നമ്മൾ സർജറി ഒപ്പിൽ ടോക്കൺ എടുത്തു. ടോക്കൺ എടുത്തപ്പോൾ നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടോക്കൺ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയി. നമ്മൾ അപ്പവും കടലക്കറിയുമാണ് ഓർഡർ ചെയ്തതല്ല, അവിടെ പോയി ക്യാഷ് അടച്ചിട്ട് നമ്മൾ വന്നിരിക്കണം. അപ്പോഴത്തേക്കും കൊണ്ടുവരും. അങ്ങനെ ക്യാഷൊക്കെ അടച്ചോടെ ചെന്നിരുന്നു. അപ്പവും കടലക്കറിയും കുഴപ്പമില്ലായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ ഒ പിയുടെ ഫ്രണ്ടിലെത്തി. അവിടെ വെയിറ്റ് ചെയ്യാണ്. ടോക്കൺ 30 അപ്പോൾ അച്ഛനും മോനും അവിടെ തന്നെ നിന്നാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് സീറ്റ് കുഞ്ഞുവാവയിലുണ്ട്, സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. അച്ഛനും മോനും കാണിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ സർജറി വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ജൂലൈ 1 സർജറിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ കയറി തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മുടെ ഗണപതി മെഡിക്കൽ കോളേജിന് ഫ്രണ്ടിൽ തന്നെയുള്ള ക്ഷേത്രമാണ് കേട്ടോ. അവിടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞിനൊന്നും വരുത്തരുത് എന്നൊക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. സർജറി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാണ്, അവനാകെ 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ. അങ്ങനെ 2 പേരും നന്നായിട്ട് ഉറക്കം കേട്ടോ. അപ്പോൾ ഇന്നത്തെ